ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, ബ്രദറിന്റെ അടുത്ത് കുറേ ഡ്രാഗൺ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചായിരുന്നല്ലോ, അത് എവിടം വരെ ആയെന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങോട്ട് നോക്കിക്ക്, 27 പോസ്റ്റാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത്. വീടിന്റെ അടുത്തായിട്ട് നട്ടിരിക്കുന്ന 27 പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. 27 പോസ്റ്റും അതിൻ്റെ അകത്ത് 4 പ്ലാന്റ് വെച്ചാണ് ഒരെണ്ണത്തിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്, 2-2.5 വർഷം എടുക്കാറായിട്ടുണ്ട് ഈ പ്ലാന്റുകളെല്ലാം വെച്ചിട്ട്. അപ്പൊ ഈ വേനൽക്കാലത്ത് നമ്മൾ സാധാരണ നമ്മളെ കുമാരമംഗലത്തൊക്കെ ചെയ്തത്, നമ്മൾ ഇതിനകത്തെല്ലാം ഷെയ്ഡ് ഇട്ടായിരുന്നു, നെറ്റ് ഇട്ടായിരുന്നു, ഗ്രീൻ നെറ്റ് ഇട്ടായിരുന്നു ഇത് കവർ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഗ്രീൻ നെറ്റ് ഇട്ടില്ല. പക്ഷെ വേനൽ ബാധിച്ചു. വേനലിനകത്ത് പൊള്ളിപ്പോയ തണ്ടുകളാണ് ഈ കാണുന്നത്. ഇത് നോക്കിക്കേ, ഇതൊക്കെ വേനലില് പൊള്ളിപ്പോയതാണ്. ആദ്യം മഞ്ഞ കളർ വന്നു, മഞ്ഞ കളർ വന്നു കഴിഞ്ഞിട്ട് അത് പഴുത്ത് ഇതുപോലെ ആയിപ്പോയി. ഇതിനകത്തൊരു ഷെയ്ഡ് നെറ്റ് ഇട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഷെയ്ഡ് നെറ്റ് ഇട്ടില്ല. പക്ഷെ ഷെയ്ഡ് നെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി പ്ലാന്റ് അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഷെയ്ഡ് നെറ്റ് ഇട്ടത്, പൊള്ളി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇട്ടത്. ഇവിടെ ഷെയ്ഡ് നെറ്റ് ഇട്ടില്ല, അതുകൊണ്ട് പക്ഷേ ഇതിന് ഗ്രോത്തിനെ ബാധിച്ചിട്ടില്ല. ഇതിന് നല്ല കട്ടിയൊക്കെ ഉണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇതുപോലെ ചില തണ്ടുകൾ ഇതുപോലെ പൊള്ളി ഉണങ്ങി പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറച്ച് തണ്ടുകളിലൊക്കെ പൊള്ളൽ ഏറ്റവും ഓർത്ത് കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഈ പ്രാവശ്യം പെട്ടെന്ന് നമുക്ക് മഴ കിട്ടി, അതുപോലെ തന്നെ കൂടുതൽ മഴ കിട്ടിയോണ്ട് തന്നെ പുതിയ തളിപ്പുകൾ ഉണ്ടായി. അതിനകത്തൊന്നും മഞ്ഞ കളർ ബാധിച്ചിട്ടില്ല. മുട്ടിട്ട് തുടങ്ങിയേക്കുന്ന കണ്ടോ, ഇനി എല്ലാം മുട്ടിട്ട് തുടങ്ങിക്കോളും. ഈ മാസം അവസാനം ആകുമ്പോഴേക്കും എല്ലാം മുട്ടിട്ട് തുടങ്ങിക്കോളും. കാരണം ഇതെല്ലാം പുതിയ തളിപ്പുകളാണ്. ഇത് കണ്ടോ, ഇതൊരു മഞ്ഞ കളറാണ്. മഞ്ഞ കളർ വന്നിട്ട് അവിടെ പൊള്ളൽ ബാധിച്ചിട്ട് ഇത് പഴുത്തിങ്ങനെ വന്നതാണ്. ഇത് ഫംഗസ് രോഗമൊന്നുമല്ല, ഇങ്ങനെ അങ്ങ് വരും. ഈ തണ്ടിന് നിന്നും ഓർത്ത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ അത്ര നോക്കാത്ത ഒരു കാര്യമാണ്, ഇത് സൈഡിലേക്ക് വരുന്ന ബ്രാഞ്ചുകൾ എല്ലാം കട്ട് ചെയ്ത് കളയുക. ഇതെല്ലാം ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കളയുക. ഇത് മുകളിലേക്ക് വിട്ടതിന് ശേഷം അവിടെ നിന്ന് കയറി മറിയുവാണ് ചെയ്യേണ്ടത്. അപ്പൊ സൈഡ് ബ്രാഞ്ചുകൾ കട്ട് ചെയ്യുവാണ് നല്ലത്. എന്നോർത്ത് സൈഡ് ബ്രാഞ്ച് എന്നോർത്ത് ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ഒരു ബഡ് ഉണ്ടായേക്കുന്നത് കണ്ടോ. പക്ഷെ ഭംഗിക്കും ഒക്കെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് മോളിൽ കയറ്റിയിട്ട് നമ്മൾ മോളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടാവട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞതിൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ കോഴിവളവും ആട്ടിൻകാഷ്ടും ഇട്ട് കൊടുക്കും. അല്ലാത്തപ്പോൾ ഉണക്ക ചാണകപ്പൊടി മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഒത്തിരി വേനലുള്ള സമയത്ത് സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് സാഫ് നടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഡ്രാഗൺ കൃഷി ചെയ്യുന്നിടത്ത് നല്ല ചൂട് കൂടുതലാണെങ്കിൽ അവിടെ ഒരു വേനൽക്കാലത്ത് ഒരു ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒരു നെറ്റ് കൊടുക്കുക. അത് നെറ്റ് കൊടുക്കുന്ന പൊള്ളലിനെ അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേനൽക്കാലത്ത് നന കൊടുക്കുക. ഇനി നെറ്റ് ഇടാൻ നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് ചോട്ടിലൊന്ന് നന കൊടുത്തേക്കുക. നെറ്റ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ചോട്ടിൽ നന കൊടുത്തില്ലേലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ഓഫ് സീസണിൽ കായ് ഉണ്ടാവണമെങ്കിൽ ഈ 2 പോസ്റ്റിന്റെ ഇടയ്ക്കായിട്ട് ഒരു 10 വോൾട്ടിന്റെ ഒരു ബൾബ് ഇടുവാണെങ്കിൽ നമുക്ക് ഓഫ് സീസണിൽ നമുക്ക് കായ് കിട്ടും. അപ്പൊ 6 മാസമാണ് നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. 6 മാസമല്ല 12 മാസവും നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ 2 പോസ്റ്റിന്റെ നടുക്കായിട്ട് ഒരു ബൾബ് കൊടുത്താൽ മതി. ഒരു 10 വോൾട്ടിന്റെ ഒരു ബൾബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ നമുക്കൊരു 27 പോസ്റ്റ് ഇവിടെ ഇട്ടപ്പോൾ ഇവിടേക്ക് മാത്രമല്ല, ഇവർക്ക് പുറത്തേക്ക് കൊടുക്കാനും നമുക്ക് ഇവിടെ നിന്നകത്തുനിന്ന് ഫ്രൂട്ട് കിട്ടുന്നുണ്ട്. ഞാനിത് നട്ട് കൊടുത്തിട്ട് കറക്റ്റ് 6-ാം മാസം ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടായതാണ്. അതാണ് മലേഷ്യൻ റെഡിന്റെ ഒരു പ്രത്യേകത. അത്രയും പെട്ടെന്ന് നമുക്ക് യെല്ലോ വെറൈറ്റികളൊന്നും നമുക്ക് കാച്ചു കിട്ടില്ല. അപ്പോൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു റെഡ് വെറൈറ്റി തന്നെ ചെയ്യുക. ഇവിടേക്കാണ് അത്ഭുതപ്പെട്ടു, ഇത്രയും പെട്ടെന്നൊരു ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചായിരുന്നു. കാരണം കറക്റ്റ് 6-ാം മാസം ഇവിടെ നമ്മൾ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്തു. കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പരിചരിക്കുകയും ചെയ്തായിരുന്നു ആദ്യ സമയങ്ങളിൽ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കില്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്യുക. അങ്ങനെ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിനകത്ത് കൂടുതൽ ചെയ്തിരിക്കുന്നത് റെഡ് വെറൈറ്റിയാണ്, മലേഷ്യൻ റെഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 1-2 പോസ്റ്റിൽ നമ്മൾ ഇസ്രയേൽ അല്ലോയും ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം റെഡ് വെറൈറ്റികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം നമ്മൾ പ്ലാന്റും മെറ്റീരിയലും കൊടുക്കുന്നുണ്ട്. ഡ്രാഗൺ പ്ലാന്റിന്റെ റൂട്ടർ പ്ലാന്റ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. കട്ടിങ്സും കൊടുക്കുന്നുണ്ട്, റൂട്ടർ പ്ലാന്റും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊറിയർ വഴിയായിട്ട് എല്ലാ സ്ഥലത്തേക്കും, കേരളത്തിലും പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഡ്രാഗൺ കൃഷി ചെയ്യാത്തവർ ഒരു 1-2 ചോടെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.